കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കിയിട്ടില്ല. ഇന്ന് രാവിലെ ഈ അവന്തിപുര ത്രാൽ മേഖലയിൽ ഭീകരർ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള വിവരം സുരക്ഷാ സേനയ്ക്ക് ലഭിക്കുന്നു. അത് പിന്നീട് തിരച്ചിൽ ആരംഭിച്ചു. ഈ തിരച്ചിലിൽ പ്രധാനമായിട്ടും പങ്കെടുത്തത് CRPF-ഉം അതുപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസുമാണ്. മറ്റു സുരക്ഷാ സേന ഇന്ന് രാവിലെ അങ്ങോട്ട് എത്തിയിരുന്നില്ല. ഭീകരരെ കണ്ടെത്തുന്നു, വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നു. 3 ഭീകരരുണ്ട് എന്നുള്ള വിവരമായിരുന്നു പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലായിരുന്നു പിന്നീട് ഏറ്റുമുട്ടലിലേക്ക് കടന്നിരുന്നത്. ഈ 3 പേരെയും വളഞ്ഞിട്ടുണ്ടായിരുന്നു സേന. അതിൽ ഒരു ഭീകരനെ വധിച്ചു എന്നുള്ള ഔദ്യോഗിക വിവരമാണ് സുരക്ഷാ സേനാ വൃത്തങ്ങൾ അറിയിച്ചത്. ആ ഭീകരനാണ് ഈ ആസിഫ് ഷെയ്ഖ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ പുറത്തു വരികയാണ്. ഇതിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. ഇയാളുടെ മൃതശരീരമടക്കം ഇനി അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുമെന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. 2 ഭീകരർ കൂടി അവിടെ ഉണ്ട്. ആ 2 ഭീകരരെ കൂടി വളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സേന തരുന്ന ഔദ്യോഗിക വിവരം. പക്ഷേ അവരെയും വധിച്ചു എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ ചില റിപ്പോർട്ടുകളായി സൂചനകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ തന്നെ വൈകാതെ, അതായത് അടുത്ത നിമിഷങ്ങളിൽ തന്നെ സേന അതിലൊരു സ്ഥിരീകരണം നടത്തുമെന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനോടകം തന്നെ ഈ ആസിഫ് ഷെയ്ഖിനെ വധിക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട ഭീകരൻ ആസിഫ് ഷെയ്ഖ് ആണ് എന്നുള്ള കാര്യത്തിൽ സേന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആസിഫ് ഷെയ്ഖ് എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത കുൽഗാം സ്വദേശിയാണ്, ത്രാൽ സ്വദേശിയാണ് ആസിഫ് ഷെയ്ഖ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണ്. 26 നിരപരാധികളെ കൊന്നൊടുക്കിയ ആ ഒരു ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിരുന്നു. പിന്നീട് നാളുകളോളം ഒളിവിലായിരുന്നു. എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും കശ്മീരിൽ നിന്നും ഇയാൾ രക്ഷപ്പെട്ട്, ഈ സംഘം തന്നെ രക്ഷപ്പെട്ട് ജമ്മു മേഖലയിലേക്ക് കടന്നെന്നും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് പോകാൻ ശ്രമിച്ചു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ആദ്യം മുതലേ ഈ CRPF-ഉം അതുപോലെ തന്നെ സുരക്ഷാ സേനയും പറഞ്ഞിരുന്ന കാര്യമുണ്ട്. അതായത് ഈ വനമേഖലകൾ വിട്ട് ഇവർക്ക് പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം. കാരണം വലിയ രീതിയിലുള്ള ഒരു പരിശോധന എല്ലാം തന്നെ ഈ മേഖലകളിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ചും ത്രാൽ മേഖലയായാലും പുൽവാമയായാലും അനന്തനാഗ് ഉൾപ്പെടെ വലിയ രീതിയിൽ വനമേഖലകൾ കേന്ദ്രീകരിച്ച് കോമ്പിംഗ് ഓപ്പറേഷൻസ് അതുപോലെ തന്നെ ഈ പരിശോധനകളെല്ലാം തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ സേനയുടെ കണ്ണ് വെട്ടിച്ച് ഇവർക്ക് പെട്ടെന്ന് ജമ്മു മേഖലയിലേക്കോ അതല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പാകിസ്ഥാനിലേക്ക് പോലും ഈ നിയന്ത്രണ രേഖ മറികടന്ന് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിൽ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നില്ല, സുരക്ഷാ സേന എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഭാഗമായി ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ചും ഇവരുടെ സ്വദേശങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഈ അനന്തനാഗ് പുൽവാമ പോലെയുള്ള നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തുള്ള പൂഞ്ച് അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടന്നിരുന്നു.